ഞാൻ ഇന്നലെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. ഞാൻ ഈ കമന്റിനകത്ത് ഈ ഐഡി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോസിന്റെ ഇടയിലായിട്ട് പല കമന്റ്സ് ഇവർ ഇട്ടിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കമന്റ്സ് ഒന്നും അല്ല. അതൊക്കെ ഇതുപോലത്തെ നല്ല നല്ല കമന്റ്സ് ആണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് ഇത് ഇട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നത്, എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചേക്കുന്നത്. ആ ചേച്ചിയുടെ ഭർത്താവ് വയ്യാതെ വല്ലതും കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് പറയും, എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേറെ ആണുങ്ങളെ കൊണ്ടുപോവാ, എനിക്കത് ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളെ അങ്ങനെ ആയിരിക്കും അവർ പഠിപ്പിച്ചേക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനല്ല വളർന്നേക്കുന്നത്. ചേച്ചി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇതിനടി വന്നിട്ട് കമന്റ് ഇടുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി മറ്റേ ഫുഡിന്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ ചെന്നിട്ട് ഇതിന്റെ അടി വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന 4 വ്യൂസിനെ കൊണ്ട് ചേച്ചിക്ക് കൂടുതൽ സെലിബ്രിറ്റി ആകാന്നുള്ളൊരു ചിന്തയാണെന്നുണ്ട് ചേച്ചിക്ക് തെറ്റി. ഈ കമന്റ് പോലും ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ചേച്ചിയുടെ യൂട്യൂബിന്റെ ഐഡി ഞാൻ ഇതിനകത്ത് കൊടുക്കത്തില്ല. അങ്ങനെ പോലും 4 പേര് ചേച്ചിയുടെ വീഡിയോ വന്ന് കാണണ്ട. എന്തിനെങ്ങനെ കാണാം? നിങ്ങളുടെ മനസ്സിനകത്തൊക്കെ ഇതല്ലേ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല ചേച്ചിക്ക് എന്താ പ്രശ്നമെന്ന്. എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഇങ്ങനെ സൊസൈറ്റിയിൽ കുറച്ചു പേരെങ്കിലും ഇങ്ങനെയൊക്കെ നല്ല നല്ല ചിന്താഗതി ഉള്ളവരുള്ളത് നമ്മുടെ നാട്ടിന് നല്ലതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. എന്റെ പ്രായമുള്ള അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് അടക്കം 23 വയസ്സുള്ള ഓരോ പെൺപിള്ളേരും ജീവിക്കേണ്ട ലൈഫല്ല ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് ഭൂരിഭാഗവും പഠിക്കുകയാണ്, അല്ലാതെ അവരുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും അവനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എനിക്ക് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ഭയങ്കര അഡിക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഏറ്റവും വീക്ക് പോയിന്റ് അവനാണ്. എനിക്ക് അവനെ ഇട്ടിട്ട് പോകേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ വേറെ ആണുങ്ങളെ നോക്കി പോകേണ്ട പല പല സാഹചര്യങ്ങൾ എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ ഇട്ടിട്ട് പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ല വളർന്നേക്കുന്നത്. എനിക്ക് ഒരാൾ മതി. അത് എനിക്ക് 10 പേര് ചേച്ചിയെ പോലെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളെ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ലെങ്കിൽ എനിക്ക് വേറൊരു ആ പുള്ളി ഇരിക്കെ തന്നെ പോകേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്നെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല. ചേച്ചി പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചേക്കുന്നത്. അത് എന്റെ തെറ്റാ. നിങ്ങൾ ഈ കാണുന്ന കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ അരമണിക്കൂറുള്ള ലോങ് വീഡിയോ, അല്ലെങ്കിൽ 5 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ, അല്ലെങ്കിൽ 3 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ ഒന്നും അല്ല നമ്മുടെ ലൈഫ്. ഇതിന്റെ ഇടയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറേ സങ്കടങ്ങൾ. എന്റെ ലൈഫ് സംബന്ധിച്ചോളം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തതാണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് എന്റെ വീട്ടുകാർക്കാണെങ്കിലും അവന്റെ വീട്ടുകാർക്കാണെങ്കിലും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്ന കാര്യമല്ല. ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ പിടിച്ചു നിന്നിട്ടുള്ള എനിക്ക് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അവൻ എന്നോട് അത്ര സ്നേഹം, അതൊന്നുമല്ല. ഞാൻ അവനെ സ്നേഹിക്കുന്ന പോലെ അവൻ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടൊന്നുമില്ല. അപ്പോഴും ഞാൻ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് കൂടെ നിൽക്കാൻ അറിയാം. ഇതിനകത്ത് ഈ കമന്റ് ബോക്സിൽ കിടന്ന് ഒരുത്തനും എഴുതേണ്ട കാര്യമില്ല, ഒരുത്തിയും എഴുതേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളുടെയൊക്കെ ശുപാർശ കിട്ടിയിട്ട് വേണ്ട എന്റെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ യൂട്യൂബ് ലൈഫ് അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ വന്നെത്തിയതാണ്. ഇനിയിപ്പൊ ഞാൻ ഇങ്ങനെയാണ് തുടരാനാണ് തീരുമാനമെങ്കിൽ ഇങ്ങനത്തെ കുറെ പുഴുക്കയുടെ കമന്റ് എനിക്ക് കാണണ്ട. എനിക്ക് ഇവരൊന്നും എന്നെ ഒട്ടും എന്നെ ബാധിക്കത്തില്ല ഇവരൊന്നും കമന്റ്. ഞാൻ അവന്റെ മടി കയറി ഇരിക്കുന്നത് എന്റെ വേറെന്തോ അസുഖത്തിന്റെ പുറത്താണ് എന്നാണ് ആ പുള്ളിക്കാരി ഒരു കമന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല അവന്റെ മടിയിൽ. ചേച്ചിക്ക് ഒരു അസുഖം കൂടുതൽ, ചേച്ചി അവന്റെ മടി കയറി ഇരിക്കും. നാളെ തന്നെ ഒരു വണ്ടി പിടിച്ചിട്ട് വെല്ലൂരോട്ട് വിട്ടു. അവന്റെ മടി ഇപ്പോഴും വേറെ ആരും ഇരിക്കത്തില്ല, ചേച്ചി ഇരുന്നു. ഞാൻ ഇനി ഇരിക്കുന്നില്ല അവന്റെ മടിയിൽ. നിങ്ങൾ കയറി ഇരിക്കും. നിങ്ങളുടെ അസുഖങ്ങൾ തീരട്ടെ. അതാണ് നിങ്ങളുടെ അസുഖമെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ തീരട്ടെ. എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ല. നിങ്ങൾ കയറിയിരുന്നു. പിന്നെ ഈ യൂട്യൂബിനെ കാണിക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിലാണ് ഞാൻ അവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പോകുന്നൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട്. അപ്പം ചേച്ചി മനസ്സിലാക്കേണ്ടത്, ഈ യൂട്യൂബിനകത്ത് നിന്ന് തുടങ്ങിയതല്ല ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. അത് ചേച്ചി കാണുന്നതൊന്നുമല്ല ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. മനസ്സിലായോ? അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ചേച്ചി വിചാരിക്കുന്നതേ അല്ല. അപ്പം ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ഷോയിൽ പോയി. അല്ലെന്നുണ്ട് ആ സമയത്ത് എന്റെ ഷോ കാണാൻ വേണ്ടി യദുകൃഷ്ണ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ നാട്ടുകാരടക്കം 10 പേര് അവനെയും എന്നെയും സ്നേഹിക്കാൻ തുടങ്ങിയത്. അതിനു മുന്നേ നമ്മളെ കണ്ടിട്ടുള്ള നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെ, അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരും എടുക്കാത്തവരും ഒക്കെ തന്നെയാണ് ഇപ്പം വന്ന് ക്യൂ നിൽക്കുന്നതും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുകഴ്ത്തുന്നതും. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവരെ ഒന്നും കാണിക്കാനല്ല ഞാൻ അവനെ സ്നേഹിച്ചത്. ഇനി ഇവരെ എന്നെ പറ്റി നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഇപ്പൊ എങ്ങനെയോ ജനിച്ചു, ഇനിയിപ്പൊ ഞാൻ എങ്ങനെയോ മരിക്കും. അതിന്റെ ഇടയിൽ ഇപ്പം ഒരു ദിവസം മുല്ലപ്പെരിയാർ പൊട്ടി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ് മുല്ലപ്പെരിയാർ പൊട്ടി എല്ലാവരും ചത്തുപോയി, ഞാനും കൂട്ടത്തിൽ ചത്തുപോകും. അതിനകത്ത് ഇങ്ങനെ കുറെ എല്ലാവരെയും ഒന്നും നല്ലത് കേട്ട് മാത്രം ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒട്ടും നല്ലത് മാത്രം കേട്ടിട്ട് ജീവിക്കണമെന്ന് താല്പര്യമില്ല.
യദുകൃഷ്ണയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം യദുകൃഷ്ണയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് നാട് നീളെ ഇറങ്ങി അല്ലെന്നുണ്ട് ഓരോ വീടിന്റെ ഫ്രണ്ടിലും ചെന്നിട്ട് എന്റെ ഭർത്താവ് അങ്ങനെയാണ്, തളർന്നു പോയതാണ്, എനിക്ക് കുറച്ച് പൈസ സഹായം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും പോത്തില്ല. ഞങ്ങൾ ഇനി പിച്ചെടുത്തിട്ടാണെങ്കിലും ഞാൻ അവനെ നോക്കുന്നുള്ള എനിക്ക് 100% എനിക്ക് അതിനകത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഇനി സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഞാൻ അവനെ നോക്കുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമന്റ്സും കൊണ്ട് എന്റെ താഴെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എനിക്ക് തെല്ല് പോലും എന്നെ കുലുക്കാൻ പറ്റത്തില്ല. എനിക്ക് 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 മനസ്സിലാവുന്നില്ല ഇവരുടെയൊക്കെ പ്രശ്നം എന്താ. ഞാനിത് യദുകൃഷ്ണനോട് പോലും പറഞ്ഞിട്ടില്ല. ഇനി എന്തിനാ പറഞ്ഞത്, ഇത് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. എനിക്ക് അവരുടെ പേഴ്സണൽ നമ്പർ അല്ലെങ്കിൽ അവർ എന്റെ മുന്നേ ഒന്നൊന്ന് പറയണേ എനിക്ക് 10 പറയാറുണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയ 10 തെറി പോലും എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്തതിന്റെ പല പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ കമന്റ്സ്. ഞാൻ ഭൂരിഭാഗം ദിവസം എനിക്ക് ഉറങ്ങാറില്ല. എനിക്ക് ഒത്തിരി എന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് 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 ഓരോ ദിവസം ഓട്ടം പിടിച്ച് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതാണ് പ്രശ്നങ്ങൾ. അപ്പൊ അടുത്തത് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. കാര്യം അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം കടന്നിട്ടുള്ള ഒരു ജീവിതത്തിനകത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ചെങ്കിലും ഒക്കെ സന്തോഷിക്കുന്ന കാണുമ്പം ഇവറ്റൊക്കെ ഒന്നും പിടിക്കുന്നില്ല. മനസ്സിലായി. എനിക്കിങ്ങനെ 10 പേരെ കാണിക്കാൻ വേണ്ടി അവനെ വാരി കൊണ്ടുവന്ന് നടക്കേണ്ട കാര്യമില്ല. എനിക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അവനോട് ദേഷ്യപ്പെടും. ഞാൻ ഇനിയിപ്പോ അവന് വീൽ ചെയറിലാണെങ്കിൽ പോലും അവനോട് ഞാൻ വഴക്കിടാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. എനിക്ക് വായി തോന്നിയതൊക്കെ ഞാൻ പറയാറുണ്ട്. അവൻ തെറ്റ് കാണിച്ചാൽ ഞാൻ പറയാം. അതിങ്ങനെ എനിക്ക് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയില്ല അതിനകത്ത് അത്ര കെയറിങ് ആയിട്ട് നിൽക്കണം അങ്ങനൊന്നുമില്ല. ഞാൻ എങ്ങനെയാണ് നിന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇപ്പം വരെ നിൽക്കുന്നത്, ഇനി മുന്നോട്ട് നിൽക്കാൻ പോകുന്നത്. ഞങ്ങളുടെ സ്നേഹം ഒരിക്കലും ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറയത്തില്ല. ഞാൻ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുമാതിരി ഭയങ്കര ടോക്സിക് ആണ്. എനിക്ക് അവനില്ലാണ്ട് ഒട്ടും പറ്റത്തില്ല. ഒരുമാതിരി അഡിക്ഷൻ ആണ്. എനിക്ക് അവനില്ലാണ്ട് പറ്റത്തില്ല, എടുക്കത്തില്ല. അപ്പം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ആൾക്കാർ എന്തൊക്കെ ചിന്തിക്കും, എങ്ങനെയൊക്കെ എനിക്ക് 10 പേരെ കാണിക്കാൻ വേണ്ടി പ്രണയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇനി അങ്ങനത്തെ ഒരു സപ്പോർട്ടും വേണ്ട. ഞാൻ ഭയങ്കര മനുഷ്യപ്പറ്റി ചെയ്തു, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലും കൂടെ നിന്നു, അങ്ങനെ ഒരു സാധനം വേണ്ട. എനിക്ക് അവനില്ലാണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അതിന്റെ അടി വന്നിട്ട് ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റ് ഇടുന്നവരോട് നിങ്ങൾ കാണാതിരിക്കും. നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസ് വന്നിരുന്ന് കാണാൻ, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് വന്നിരുന്ന് കണ്ടിട്ട് അതിന്റെ ഇടയിൽ ഇത്രയും നല്ല നല്ല കമന്റ്സ് ഇടാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മനസ്സുണ്ടല്ലോ. ഒന്നും പറയാനില്ല, നല്ല കാര്യം. എനിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ മോടെ ഭർത്താവിനല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാര്യം നിങ്ങൾക്ക് അപ്പോഴും നിങ്ങളുടെ അസുഖം മാറ്റാൻ വേറെ ആണുങ്ങൾ കൂടത്തിൽ പോകുമല്ലോ, നിങ്ങളുടെ സ്വഭാവം അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമന്റ്. ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകും. ഞങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം സൊസൈറ്റിയിൽ നിന്ന് എന്തെല്ലാം കമന്റ്സ് ഇനി വരാൻ കിടക്കുന്നെന്നും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് സാമാന്യം ബോധമുണ്ട്. ഞാൻ അത്യാവശ്യം നന്നിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. എനിക്കറിയാം. അല്ല ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എന്താണ് മുന്നോട്ട് പോകുമ്പോൾ നടക്കാൻ പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ എന്തൊക്കെയാ പറയാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതും. ഇനി ഭാവിയിൽ ഞാൻ അവന് ഇട്ടിട്ട് പോയാലും അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്റെ തീരുമാനമാണ്. അല്ലാണ്ട് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ആരെ അഭിപ്രായങ്ങളോ അല്ലെന്നിട്ട് ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കാണുന്നൊന്നുമല്ല നമ്മുടെ ലൈഫ്, മനസ്സിലായോ? അത് മാത്രമൊന്നും അല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫിൽ അതിനകത്ത് നിങ്ങൾ കാണാത്തായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വേണമെങ്കിൽ യൂട്യൂബിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ട്രെൻഡിങ് നമ്പർ 1 ആകും. അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ട്. ദൈവത്തെ ഓർത്ത് പിന്നെയും ചൊറിയാതിരിക്കുക. നിങ്ങൾക്കൊക്കെ ഞാൻ ഇനി വീഡിയോ ഇടാതിരിക്കണമായിരിക്കും, ഞങ്ങൾ വീഡിയോ ഇടാതിരിക്കണമായിരിക്കും. ഞങ്ങൾ ഇനിയും വീഡിയോ ഇടും. ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങനെ നിങ്ങളിങ്ങനെ ഇങ്ങനെ ബുദ്ധി ശരിക്കും ഉപയോഗിക്കുക. കാര്യം നിങ്ങളുടെ യൂട്യൂബിന്റെ വളർച്ചയ്ക്ക് നിങ്ങൾ തന്നെത്താനെ ഏൺ ചെയ്യുക, അല്ലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യുക. അല്ലാണ്ട് വെല്ലോറൻ കമന്റ് ബോക്സിൽ വന്നിട്ട് നെഗറ്റീവ് ഇട്ട് അങ്ങനെ പബ്ലിസിറ്റി കിട്ടിയിട്ട് നേടാമെന്നൊന്നും വിചാരിക്കാതെ. നന്ദിയുണ്ട് ചേച്ചി, ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ ഫാമിലി നന്നായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഈ കമന്റ് എന്റെ വീട്ടുകാർ കാണുമ്പോൾ അവർക്ക് എന്തോരം വിഷമം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കാര്യം എന്നെ അറിയാവുന്നവർക്കും അല്ലെന്നുണ്ടെങ്കിൽ ജ്യോതിക എന്താന്നുള്ളത് എന്റെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങനെ ആരെ കൊണ്ട് എന്നെ പറ്റി മോശം പറയിപ്പിക്കാനായിട്ട് ഞാൻ ഇന്നേവരെ ജീവിച്ചിട്ടില്ല. പക്ഷെ ഇനി മോശം പറയുകയാണെങ്കിൽ ഞാൻ ജീവിക്കും. അത് എന്റെ തീരുമാനം അത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മോശം പറയുക. മോശം പറഞ്ഞതിനനുസരിച്ച് ഞാൻ എന്തായാലും 110 വർഷത്തോളം ജീവിക്കാനൊന്നും പോയില്ല. എന്നേലും ചത്തുപോകും. ചത്തുപോകുന്ന സമയത്ത് കുറച്ച് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്കുണ്ടെന്ന് 10 പേര് പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ബൈ.